നാരായണ ഭവനിലെ പുളിശ്ശേരിയും ചൂര ഫിഷ് ഫ്രൈയും കഴിച്ചിട്ടുണ്ടോ? ഞാനാണെങ്കിൽ രസം ആൻഡ് ഫിഷ് ഫ്രൈ ഗേളായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ പുളിശ്ശേരിയും ഫിഷ് ഫ്രൈയും കഴിച്ചപ്പോഴത്തേനും ഞാൻ ഇതിൻ്റെ വലിയ ഫാനായി മാറി. എൻ്റെ കൂടെ വന്നവരെല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഊണ് കഴിച്ചാൽ കിട്ടുന്ന സുഖം ബിരിയാണി കഴിച്ചാൽ കിട്ടുമോ? ചോറിൻ്റെ കൂട്ടത്ത് പപ്പടം, കോവയ്ക്കത്തോരൻ, ചമ്മന്തി, അച്ചാർ, അവിയൽ, പിന്നെ തൈര്, മുളക്, 3 ടൈപ്പ് കറികൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നേ. ഫിഷ് ഫ്രൈ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം. ഇവിടെ കുറേ ടൈപ്പ് ഫിഷ് ഫ്രൈസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ചൂര ഫിഷ് ഫ്രൈ ആണ് ഹൈലൈറ്റ്. പുളിശ്ശേരി എനിക്ക് വലിയ താല്പര്യമുള്ള കറിയൊന്നും അല്ല കേട്ടോ. പക്ഷേ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടുത്തെ പുളിശ്ശേരി ആൻഡ് ഫിഷ് ഫ്രൈ ഭയങ്കര നല്ലതാണെന്നൊക്കെ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ട്രൈ നോക്കിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു കോംബോ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പുളിശ്ശേരിയോടും ഒരു താല്പര്യം തോന്നി തുടങ്ങിയത്. ഇവിടുത്തെ ഫിഷ് ഗ്രേവി ഉണ്ടോ, നല്ല തിക്കാണേ, അതിന് നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്കൊരു മീനില്ലാത്തതിൻ്റെ ഒരു കുറവ് ആ ഫിഷ് ഫ്രൈക്ക് ഫിഷ് കറിക്കില്ല. ആ ഗ്രേവിയുടെ ഫ്ലേവറൊക്കെ എനിക്ക് നല്ലതാണ്. പിന്നെ ഇവിടുത്തെ സാമ്പാർ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കത്തില്ല, നല്ല കുറുകിയ സാമ്പാർ, അത്യാവശ്യത്തിന് പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാമ്പാർ ശരിക്കും നല്ലതായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ആ സാമ്പാറിൻ്റെ കൂടെ അവിയലൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടുത്തെ അവിയൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അമരക്കയായിരുന്നു കേട്ടോ. മേ ബി എനിക്ക് കിട്ടിയതിൻ്റെ പ്രശ്നമായിരിക്കും. എനിക്കാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ്. എനിക്ക് തോരൻ വെച്ചെന്നൊക്കെ ഞാൻ കഴിക്കും, പക്ഷേ എനിക്ക് അവിയലോ സാമ്പാറിലോ ഈ അമരക്ക കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഈ എല്ലാ കറികളും പിന്നെ ആ പപ്പടവും ഒക്കെ ആയിട്ട് കുഴച്ച് കഴിക്കാൻ രസമായിരുന്നു കേട്ടോ. അൺലിമിറ്റഡ് ആണ് റൈസും ഈ കറികളും. പക്ഷേ ഞാനാണെങ്കിൽ പിന്നെ എക്സ്ട്രാ മേടിക്കാനൊന്നും നിന്നില്ല. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്ന അത്രയും തന്നെ മതിയായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ബിരിയാണി വന്നത്. ഇത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ മുട്ടയുണ്ട്, പിന്നെ അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, പപ്പടമുണ്ട്, സാലഡുണ്ട്. പക്ക ട്രിവാൻഡ്രം ബിരിയാണി അല്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. മുന്നേ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്, അപ്പോഴും എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടമായത്. എപ്പോഴും വന്നാലും എനിക്ക് ഈ ലെഗ് പീസാണ് കിട്ടുന്നത്. അതാണെങ്കിൽ ഭയങ്കര ചൂടുമായിരുന്നു. അപ്പോൾ ഈ സ്പോട്ട് ട്രിവാൻഡ്രംകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്റ്റാച്യൂവിലെ നാരായണ ഭവനാണ്.